സാധനം അൺബോക്സ് ചെയ്യാം. ഞാൻ Insta360യുടെ അൾട്രാ ഗോ ക്യാമറ കുറേ നാളായിട്ട് കണ്ണുവച്ചിരിക്കുകയാണ്. ഫൈനലി ഞങ്ങൾ അടുത്ത മാസം ട്രിപ്പ് പോകുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ ക്യാമറകൾ വാങ്ങി. നമുക്കത് അൺബോക്സ് ചെയ്യാം. ഞാൻ വാങ്ങിയത് ക്രിയേറ്റർ ബണ്ടിലാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് ബണ്ടിൽ വാങ്ങാനാണ് ആദ്യം ഇരുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അതിനകത്തുള്ള ക്രിയേറ്റർ ബണ്ടിലുള്ള ചില അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 3 അഡീഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ആണ് ക്രിയേറ്റർ ബണ്ടിലിന് സ്റ്റാൻഡേർഡ് ബണ്ടിൽ വെച്ച് നോക്കുമ്പോൾ. അതിനകത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് മാത്രമേ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് തന്നെ ഒരു $50 അടുത്തും ഈ 2 ബണ്ടിലിന് ഡിഫറൻസ് $50 ഉണ്ടാവും. പിന്നെ ഈ ക്രിയേറ്റർ ബണ്ടിൽ വാങ്ങുന്നതല്ല നല്ലത്. ഇങ്ങനെയല്ല സാധനം ഒന്നൊന്നായിട്ട് പറയാം. എൻ്റെ കൂടെ 2, 3 എനിക്ക് തോന്നുന്നു ഇതാണ് ക്രിയേറ്റർ ബണ്ടിലിൽ എക്സ്ട്രാ വന്ന 3 സാധനങ്ങൾ. ഒരു ട്രൈപോഡ്, അതിനകത്ത് വെക്കാനുള്ള ആ മൗണ്ടും, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ക്യാമറ മാഗ്നറ്റിക് ആണ്. അപ്പോൾ ഏത് മെറ്റൽ സർഫസ് ആണെങ്കിലും അവിടെ അത് നമുക്ക് വെച്ചിട്ട് ഫിലിം ചെയ്യാം. അപ്പോൾ മെറ്റൽ സർഫസ് അല്ലാത്ത സ്ഥലങ്ങളിൽ വെക്കാനാണ് ഈ അറ്റാച്ച്മെൻ്റ് ഉള്ളത്. ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ തൊട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഭയങ്കര ഇതിൻ്റെ കൂടെ ഒരു പെൻഡൻ്റ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് മേത്തിട്ടിട്ട് നമുക്ക് ഹാൻഡ്സ് ഫ്രീ വ്ളോഗിങ് ഒക്കെ ചെയ്യാം. ഇത്രേ ഉള്ളൂ സാധനം. എൻ്റെ എയർപോർട്ടിൻ്റെ അത്ര അല്ലെങ്കിൽ എൻ്റെ ലിബാമിൻ്റെ അത്ര പോലും ഇല്ല. ഈ ഒരു പാക്കേജാണ് സ്റ്റാൻഡേർഡ് ബണ്ടിൽ വരാം. അതിനകത്ത് ക്യാമറ, പിന്നെ അതിൻ്റെ ചാർജർ, ഇതാ ഞാൻ പറഞ്ഞ മാഗ്നറ്റിക് പെൻഡൻ്റ് മേത്തിടാം. എന്നിട്ട് നമ്മളിത് അകത്തേക്ക് ഇടാം. അകത്തിട്ട് കഴിഞ്ഞിട്ട് ക്യാമറ ഇങ്ങനെ നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് വ്ളോഗ് ചെയ്യാം. പെൻഡൻ്റ് ഇങ്ങനെ ചരിച്ചു കൊണ്ട് വയ്ക്കാൻ പറ്റും. അതിങ്ങനെ ടിൽട്ടായിട്ടിരിക്കുന്നത് ഇങ്ങനെ ടിൽട്ടായിട്ടിരിക്കണം, ഇങ്ങനെ ടിൽട്ടായിട്ടിരിക്കണമെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്കങ്ങനെ പെൻഡൻറ്റ് മാറ്റി വയ്ക്കാം. പെൻഡൻറ്റ് ഇട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹൈ റിസ്ക് ആക്ടിവിറ്റി, സൈക്കിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഊരി പോകാണ്ടിരിക്കാൻ ഒരു സേഫ്റ്റി കോഡും കൂടിയുണ്ട്. ആ കോഡ് തപ്പി കിട്ടാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക മെയിൻ ബോഡി. അപ്പം നമ്മൾ ക്യാമറ ഗോസ് ഇൻ ഹിയർ. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന ചെറിയ സ്ക്രീനിൽ നമ്മളുടെ വീഡിയോസ് നമുക്ക് കാണാം. പക്ഷെ ഞാനിത് ശീലിച്ചിട്ടില്ല. നമുക്ക് ഈ ക്യാമറയുടെ ഈ മെയിൻ ബോഡിയിൽ നിന്ന് ഈ സ്ക്രീനിൽ നമുക്ക് നമ്മളുടെ ക്യാപ്ചർ ചെയ്യുന്നത് കാണാം. ഏറ്റവും അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ മാഗ്നറ്റിക് ആയിട്ട് വെച്ചേക്കാവുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ ഫിലിം ചെയ്യുക. അപ്പോൾ ആ ഷോർട്ട് ഡിസ്റ്റൻസ്, അധികം ഡിസ്റ്റൻസ് ദൂരമല്ല ഇത് കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യണമെന്ന് എനിക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ആംഗിൾ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് എനിക്ക് ഫിലിം ചെയ്യാം. അടിപൊളിയല്ലേ? കുറേ ക്യാമറയിലൊക്കെ ഇത് എന്താ പറയുക, ഇതെന്താ പറയുന്നത് ഞാൻ മറന്നുപോയി. ഈ ബോഡിയിൽ ക്യാമറ ഊരിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഡിസ്പ്ലേ ഡിസ്കണക്ട് ആയിപ്പോകും. അപ്പോൾ ഇത് വയർലെസ് ആയിട്ട് ഈ ഡിസ്പ്ലേ കണക്റ്റഡ് ആണ്. വേറെ സ്കൂൾ സാധനം കാണിച്ചു തരാം. കുഴപ്പമില്ല. അതിന് വേണ്ടി എനിക്കൊരു തൊപ്പി വേണം. ഒരു തൊപ്പി എടുത്തൊരു ഞാൻ എടുത്തോളാം. ഓക്കെ, വേറൊരു കൂൾ ഫീച്ചർ ഞാൻ തൊപ്പി വെച്ചിട്ട് തൊപ്പി വെക്കണമെന്നുണ്ട്. നമുക്ക് ആദ്യം വെക്കാം. ഞാനൊരു ക്യാമറ ഇതിനകത്ത് നോടുന്നു. തൊപ്പി ആദ്യം ടൈറ്റ് ചെയ്ത് വെക്കട്ടെ. എൻ്റെ തൊപ്പി എൻ്റെ തലയിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കിത് മര്യാദക്ക് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ശരി. എനിക്കിനി ഇതും ഒരു ഹാൻഡ്സ് ഫ്രീ POV ആയിട്ട് ഷൂട്ട് ചെയ്യാം. സൈക്കിൾ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കാണുന്നത് നോക്കാൻ നേരത്തൊക്കെ എൻ്റെ കണ്ണിലൂടെ എന്താണ് ഞാൻ കാണുന്നത് അതെനിക്ക് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ആംഗിൾ കൂളല്ലേ? നേരത്തെ പറഞ്ഞ സേഫ്റ്റി കോഡ്. ഈ സാധനം
ഈ സൂചി കോർക്കുന്ന പോലെ ഈ ഹോളിൽ കൂടെ ഇട്ടെടുക്കണം. ഇതിനെ കൂടെ ജീവിക്കാം. ഓക്കെ, അതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ബണ്ടിൽ വരുന്നത്. എനിക്ക് എക്സ്പ്ലോഷൻ ബോക്സ് പോലത്തെ ഇതിൻ്റെ പാക്കേജ് തുറക്കുമ്പോൾ തന്നെ തുറന്നില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തൊക്കെയാണ് സ്റ്റിക്കേഴ്സ്, ഗൈഡ്, വാറണ്ടി ആണെന്ന് തോന്നുന്നു. അങ്ങനെ നല്ല സാധനം. പിന്നെ ഇതിനു വേണ്ടി ഞാൻ വാങ്ങിച്ചത്, ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചത്, ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചു. സാൻഡിസ്കിന് 256 GB V30. ബാക്കി ഡീറ്റെയിൽസ് പിന്നെ വെക്കും. Insta360യുടെ തന്നെ മെമ്മറി കാർഡ് ഉണ്ട്, അത് ഈ ബണ്ടിലൊന്നും വരില്ല. അപ്പം നമ്മളത് ആഡ് ഓൺ ചെയ്യണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരുന്നു കുറച്ചും കൂടെ ലാഭം. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ക്രിയേറ്റർ ബണ്ടിലിൽ എനിക്ക് വേണമെന്നുണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, പിവറ്റ് സ്റ്റാൻഡ്. അപ്പോൾ വേറെവർ യു ഡോണ്ട് ഹാവ് എ മെറ്റൽ സർഫസ്, ഒരു മാഗ്നറ്റിക് ഫങ്ഷനാലിറ്റി യൂസ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് വി കൻ യൂസ് ദിസ്. ക്യാമറ ഇവിടെ മൗണ്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ സർഫസിൽ ഇത് നമ്മൾ സ്ക്രൂ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു അഡ്ഹസീവ് ആയിട്ടുള്ള സ്ഥലമാണ് പശ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ, ആ സ്റ്റിക്കറിൻ്റെ ഈ സാധനം നമ്മൾ പീൽ, ഇപ്പം ഞാൻ കളയുന്നില്ല, ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് നമ്മൾ പീൽ ചെയ്ത് കളയുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കിതിപ്പോൾ മൊബൈലോ അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ മെറ്റൽ ആയിട്ടുള്ള സർഫസിലൊക്കെ ഒരു ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിതിങ്ങനെ മൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഇവിടെ വയ്ക്കാൻ പറ്റും. എന്നിട്ട് നമ്മളത് പറിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ, അതായത് ഈ പശ വീണ്ടും യൂസ് ചെയ്ത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പശ ഇതായി പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അടച്ച് വെച്ച് പ്രൊട്ടക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ വേറെ ഇത് ഇങ്ങനൊരു സ്റ്റിക്കർ പോലത്തെ സാധനം. ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ് ഗോസ് ഹിയർ. ഇറ്റ് ഗോസ് ദെയർ. കാരണം കറക്റ്റ് സ്ഥലം ഗോസ് ഹിയർ. പക്ഷെ അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ കണ്ടുപിടിച്ചോളാം, കാരണം എനിക്ക് മനസ്സിലാവില്ല എന്തിനാണ്. ഇതിനകത്തുള്ള മാനുവലൊക്കെ ഒന്ന് ഇരുത്തി വായിക്കണം, അത് മനസ്സിലാവണമെങ്കിൽ. പിന്നെ ഞാനിപ്പോൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം ഇങ്ങനെ ഇരുന്ന് വായിച്ച് പേഷ്യൻ്റ്ലി ഇരുന്ന് നോക്കാൻ പറ്റില്ല. ഒരു സാധനം ഉണ്ടായിരുന്നത് ക്വിക്ക് റിലീസ് മൗണ്ട്. ഇത് എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഈ ട്രൈപോഡിൻ്റെ പൊക്കത്ത് ഈസിലി ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളൊരു മൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാമറ മാഗ്നറ്റിക് ആയിട്ട് എടുത്ത് ഊരാം. അല്ലാണ്ട് എന്താ പറയുക, സ്ക്രൂ ടൈറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അത് നേരത്തെ പറഞ്ഞില്ലേ, ആ സാധനം ഇവിടെ ഇതിൽ കൂടെ ഇങ്ങനെ കോർത്തെടുത്തിട്ട് എടുത്തു കഴിയുമ്പോൾ സൂചി കോർക്കണ പോലെ അതേപോലെ എടുത്തു കഴിഞ്ഞിട്ട് ആ സേഫ്റ്റി കോഡിൽ നമുക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. അപ്പം ഞാനിനി ഇപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ തെറിച്ച് പോവില്ല. എനിക്കൊരു സേഫ്റ്റി റിലീസ് പോലെ കാണിച്ചു തരാം. അതായത് ഫോർ ഇൻസ്റ്റൻസ് ഞാനിങ്ങനെ യൂസ് ചെയ്യാൻ നേരത്തെ ക്യാമറ പെട്ടെന്ന് തെറിച്ച് കഴിഞ്ഞായിരിക്കും, മാഗ്നറ്റിക് അല്ലേ. അപ്പോൾ തെറിച്ച് പോയാലും സേഫ്റ്റി റിലീസ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. നമ്മൾ ക്വിക്ക് റിലീസ് മൗണ്ട് ഓപ്പൺ ചെയ്യാന്നല്ലേ പറഞ്ഞത്. എല്ലാത്തിൻ്റെയും പാക്കേജിങ് നല്ല സെക്യൂർ പാക്കേജിങ്. ഇത് കുറച്ച് ട്രിക്കിയാണ്. ഇത് സെറ്റപ്പ് ചെയ്യാൻ കുറേ പീസസ് ഉണ്ട്. പക്ഷെ ഐഡിയലി ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ദിസ് ക്യാമറ വിൽ ബി മാഗ്നറ്റിക് ഫോർവേഡ് ഹിയർ. ആൻഡ് ഇത് നമ്മൾ ഈ ട്രൈപോഡിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാമറ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണോ ഡിറ്റാച്ച് ചെയ്യേണ്ടത്? ഇങ്ങനെ ലോക്കായില്ലേ, എനിക്കറിയില്ലായിരുന്നു. ഇത് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഈ സൈഡിൽ പ്രസ് ചെയ്യുക, then you detach. Okay, last item. And you have this comes with छोटा साधन.
അൺലോക്ക് ചെയ്യാം. ഇവിടെ അവർ എംപ്റ്റി ആയിട്ട് വെച്ചേക്കുവാണ്. ഇവിടെയാണ് ആ സ്വിച്ച്. നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് ക്ലോസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് വെക്കാൻ ഇവിടെ ഒന്നും ഇല്ല. മിസ് ചെയ്തതാണ്. എന്തുകൊണ്ട് ഇത് ഒളിച്ചിരിക്കുമായിരുന്നു. എനിക്ക് കളയാനിപ്പോൾ എൻ്റെ അൺബോക്സിംഗ് ഒക്കെ വെറും ഒട്ടും പ്രോപ്പറല്ല. ഭയങ്കര ടൈനി ആയിരുന്നു. ഡിഡ്ന്റ് ഈവൻ നോട്ടീസ്. ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ ഒരു സാധനം ഇരിക്കുന്നത്, ഒരു സ്വിച്ച്. ഞാൻ ഇതിനകത്ത് വരാഞ്ഞപ്പോൾ ഇത്തോട്ട് അത് ഒരു എക്സ്ട്രാ വാങ്ങുന്നതാണ്. നമുക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ക്ലിക്കില്ല, ബട്ടൺ നമ്മൾ കയ്യിലെടുത്തിട്ട് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്യാമല്ലോ, മാറിപ്പോകും. അങ്ങനത്തെ സാധനം വെക്കാനാണ് ഈ സ്പോട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു ബോക്സാണ്, SD കാർഡൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ബോക്സ്. ദാറ്റ് ഗോസ് ഹിയർ. സേഫായിട്ട് നമുക്ക് SD കാർഡ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ വയ്ക്കാം. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത്. ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം.